PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രേണികളെ കുറിച്ചിട്ടാണ്. ശ്രേണിയിൽ തന്നെ എന്താണ്, സംഖ്യാശ്രേണിയുണ്ട്, അക്ഷരശ്രേണിയുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സംഖ്യാശ്രേണികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. സംഖ്യാശ്രേണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാത്സിലെ ഏത് പ്രോബ്ലം നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് എന്തറിഞ്ഞിരിക്കണം, ഓരോ സംഖ്യകൾ, ഒരു 10 വരെയുള്ള സംഖ്യകളുടെ എങ്കിലും സ്ക്വയർ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബും മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ സ്ക്വയറുകൾ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, എളുപ്പ വഴികളൊക്കെ നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് ശ്രേണിയുടെ ഭാഗമൊക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈസി ആയിട്ട് കിട്ടുന്ന മാർക്കാണ്. ഈ ഭാഗത്ത് നിന്നൊന്നും മാർക്ക് നഷ്ടപ്പെടാനേ പാടില്ല, അത്രയും എളുപ്പമുള്ളതായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ശ്രേണിയിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ശ്രേണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംഖ്യാശ്രേണി ആണെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നമുക്ക് ബന്ധം കണ്ടെത്താനായിട്ട് പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കറിയാം എന്താണ് ശ്രേണി. ഇപ്പോൾ ഇവിടെ 2, 4, 6, 8 ഇങ്ങനെ തന്നിട്ട് എക്സിട്ര അടുത്ത നമ്പർ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈസി ആയിട്ട് എഴുതും അല്ലേ. എന്തുകൊണ്ടാണ് നമുക്കറിയാം, 2, 4, 6. അപ്പോൾ 2, 2, 2 കൂടി പോകുകയാണ്. അതുകൊണ്ട് 8 കഴിഞ്ഞാൽ നമ്മൾ വേഗം എന്തെഴുതും, 10. 2 കൂട്ടിയിട്ട് 10 എഴുതും അല്ലേ, ഈസി ആയിട്ട് എഴുതി. ദെൻ അതുപോലെ 5, 10, 15 ഇങ്ങനെ തന്നിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈസി ആയിട്ട് എഴുതും അല്ലേ. 5 കൂടി വരികയാണ് എന്നുള്ളത് നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ 15 കഴിഞ്ഞ് ഡയറക്റ്റ് എന്തെഴുതും, 20 എന്നെഴുതും. ഓക്കെ, അതുപോലെ നമ്മൾ ആ റിലേഷൻ നോക്കുക. ഓക്കെ, ഇവിടെ 2 കൂടി വരുന്നു അല്ലെങ്കിൽ ഇവിടെ 5 കൂടി വരുന്നു എന്നുള്ളത് നമുക്കിത് ചെറുപ്പം മുതലേ നമ്മൾ ചെയ്ത് അല്ലെ കണ്ട് ശീലമുള്ളതായതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് കണ്ടത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്ക്വയറിന്റെയും ക്യൂബിന്റെയും എല്ലാം സംഖ്യകൾ ഇതുപോലെ വന്നാൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. അതിനെന്ത് ചെയ്യണം, നിങ്ങൾ സ്ക്വയർ പഠിക്കണം. 10 വരെയുള്ള സംഖ്യകളുടെയെങ്കിലും സ്ക്വയറും പഠിച്ചിരിക്കണം, അതുപോലെ തന്നെ ക്യൂബും പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സംഖ്യാശ്രേണികളൊക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് പ്രോബ്ലംസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കുക. ഇവിടെ നോക്കുക, 3, 5, 8, 12, 17 ഇങ്ങനെ പോകുന്ന ഒരു ശ്രേണിയാണ്. ഇതിൽ അടുത്ത സംഖ്യ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ നോക്കുക, ഏറ്റവും എളുപ്പമുള്ളത് കേട്ടോ, ശ്രേണി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇത് ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. എന്താണ് വരുന്നത്, ഇവിടെ നോക്കുക 3 ആണ് അല്ലെ, ഇവിടെ 5. 3ൽ നിന്ന് 5ലോട്ട് എത്താൻ നമ്മൾ എത്ര കൂട്ടണം, 2 കൂട്ടണം അല്ലെ, 2 കൂട്ടി. ദെൻ 5ൽ നിന്നും 8ലോട്ട് എത്തണമെങ്കിൽ എത്ര കൂട്ടണം, 5ൽ നിന്നും 8ലോട്ട് എത്തണമെങ്കിൽ നമ്മളിവിടെ 3 കൂട്ടണം അല്ലെ. അടുത്തത് 8ൽ നിന്നും 12ലോട്ട് എത്താൻ ഇവിടെ 4 കൂട്ടി. ദെൻ 12ൽ നിന്നും 17ലോട്ട് എത്താൻ 5 കൂട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എങ്ങനെയാണ്, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5 ഇങ്ങനെ മുകളിൽ 2, 3, 4, 5 അങ്ങനെയുള്ള സംഖ്യകളാണ് കൂട്ടി പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾക്ക് ഇത് ആദ്യം കാണുമ്പോൾ ഇങ്ങനെ തോന്നിയില്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുക ഏതൊക്കെ രീതിയിലാണ്. ഇവിടെ വ്യത്യാസം എടുത്ത് നോക്കുക, സെയിം സംഖ്യ തന്നെയാണോ, കോമൺ ഡിഫറൻസ് ആയിട്ട് അല്ലേ. ഇതിൽ നിന്നും രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും ആദ്യത്തെ സംഖ്യ കുറച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് എന്ത്,
വ്യത്യാസം, പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ സമാന്തര ശ്രേണിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ആദ്യം ഒന്ന് എടുത്തു നോക്കുക, കോമൺ ആയിട്ട് വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഇതുപോലെ ഓർഡറിൽ അല്ലെ, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4 ഇതുപോലെ വരുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏതെങ്കിലും സ്ക്വയർ ആണോ, ക്യൂബ് ആണോ, ഈ സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ കണക്ഷൻ എന്താണെന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് വ്യത്യാസം എടുത്തപ്പോൾ ഇവിടെ കിട്ടി, ഇവിടെ 2 കൂട്ടി, ഇവിടെ 3 കൂട്ടി, ഇവിടെ 4 കൂട്ടി, ഇവിടെ 5 കൂട്ടി. അപ്പോൾ അടുത്ത സംഖ്യ എത്രയായിരിക്കും കൂട്ടുക? 6 ആയിരിക്കും കൂട്ടേണ്ടത് അല്ലേ. അപ്പോൾ 6 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 17ന്റെ കൂടെ 6 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 23. ഓക്കെ ആണല്ലോ. 23 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സംഖ്യയുടെ ശ്രേണി തന്നാൽ ആ സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ആ ബന്ധം എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്താവുമ്പോഴാണ്, എക്സ്പീരിയൻസ് ആവുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് നോക്കാം, 4, 9, 16, 25. ഇത് കണ്ടപ്പോൾ തന്നെ ചിലർക്കെങ്കിലും പെട്ടെന്ന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അതായത് സ്ക്വയറോ ക്യൂബോ ഒക്കെ നിങ്ങൾക്ക് ഓർത്ത് നോക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കുക, 4 എന്ന് പറയുന്നത് എത്രയുടെ സ്ക്വയർ ആണ്? 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ ആണ് അല്ലെ. 9 എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ ആണ്. ഓക്കെ. 16 എന്ന് പറയുന്നത് എത്രയാണ്? 4ന്റെ സ്ക്വയർ ആണ്. 25 എന്ന് പറയുന്നത് എത്രയാണ്? 5ന്റെ സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ, അതാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ 4, 9, 16, 25. അപ്പം ഇനി അടുത്തത് എത്രയായിരിക്കും? 5ന്റെ സ്ക്വയർ വരെ എത്തി. അപ്പോൾ അടുത്തത് ഏതായിരിക്കും? 6ന്റെ സ്ക്വയർ ആയിരിക്കില്ലേ. അപ്പോൾ 6ന്റെ സ്ക്വയർ എത്രയാണ്? 36 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ. നമുക്കൊരു ശ്രേണി തരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക, സ്ക്വയറോ ക്യൂബോ അല്ലെങ്കിൽ അവരുടെ ഡിഫറൻസ് നോക്കുക. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ കണക്ഷൻ എന്താണ്? 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ അല്ലെ, എണ്ണൽ സംഖ്യകളുടെ സ്ക്വയർ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ. സ്ക്വയർ 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4, 9, 16, 25. ആ സംഖ്യകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മിന്നണം. എന്ത്? നമുക്കത് മനസ്സിലാവണം. അത് ഈ 2 സ്ക്വയർ, 3 സ്ക്വയർ സ്ക്വയർ ആണ് അവിടെ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളത്, വളരെ എളുപ്പമുള്ളതാണ്. ഇനി നമുക്ക് എന്താണ്, ഇതിന് വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ? നമ്മുടെ 6ന്റെ സ്ക്വയർ ആണ്, അതായത് 36 ആണ് നമ്മുടെ ആൻസർ. അടുത്തത് നോക്കുക, 1, 8, 27, 64. പിന്നെ അടുത്ത സംഖ്യ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ നോക്കുക, എന്താണ് ഇവിടെ പ്രത്യേകത ഈ സംഖ്യകൾക്ക്? ഇത് അത്യാവശ്യം സ്ക്വയറും ക്യൂബൊക്കെ പഠിച്ചവർക്ക് ഇപ്പം തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. എന്താണ്? ഇവിടെ ക്യൂബുകളാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ലേ. 1 എന്ന് പറയുമ്പോൾ എന്താണ്? 1ന്റെ ക്യൂബ് എടുത്താൽ 1 തന്നെയാണ്. ദെൻ 8 എന്ന് പറയുന്നത് എത്രയുടെ ക്യൂബാണ്? 2ന്റെ ക്യൂബാണ്. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ എങ്കിലും എന്തായാലും നിങ്ങൾ സ്ക്വയറും ക്യൂബും പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്യൂബ് പറയുമ്പോൾ ഓരോരുത്തർ എഴുതി ഗുണിച്ചിട്ടൊക്കെ നോക്കാൻ നിൽക്കുമ്പോൾ സമയം പോകും. അപ്പോൾ നമ്മൾ 10 വരെയുള്ള സംഖ്യകളുടെ എങ്കിലും ക്യൂബും സ്ക്വയറും പഠിച്ചു വെച്ചാൽ നമുക്ക് ഗുണിച്ച് സമയം കളയാതെ ഈസി ആയിട്ട് ആൻസർ അല്ലേ. സെക്കൻഡിലുള്ളൂ. നമുക്ക് PSC എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്? ടൈമാണ് അല്ലേ. നമുക്ക് ആ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ എല്ലാ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത്രയും ഈസി ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ സ്ക്വയറും ക്യൂബൊക്കെ അത്യാവശ്യം എന്താണ് പഠിച്ചിരിക്കുക, ഒരു 10 വരെയെങ്കിലും. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 1ന്റെ ക്യൂബ് 1, 2ന്റെ ക്യൂബാണ് 8, 3ന്റെ ക്യൂബാണ് എന്ത്? 27 അല്ലെ. 3 × 3 9, 9 × 3 27. 3ന്റെ ക്യൂബാണ് 27. ദെൻ 4ന്റെ ക്യൂബാണ് എന്ത്? 64. അപ്പോൾ ഇനി അടുത്ത സംഖ്യ ഏതായിരിക്കും? 5ന്റെ ക്യൂബ്. 5ന്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 125. അത് പഠിച്ചു വെച്ചവരാണെങ്കിൽ ഈസി ആയിട്ട് എഴുതാം. ഇല്ലെങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം? 5 × 5 25. 25നെ വീണ്ടും 5 കൊണ്ട് ഗുണിച്ച് നോക്കണം. അപ്പോൾ ആ സമയം നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയറും ക്യൂബും 10 വരെയുള്ള സംഖ്യകളുടെ എന്തായാലും പഠിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്, 4 ക്യൂബ്. അടുത്തത് എത്രയാണ്? 5ന്റെ ക്യൂബ്. അപ്പം നമ്മുടെ ആൻസർ എത്രയാണ്? 125. ഇവിടെ നോക്കുക, 1, 2, 4, 4, 6. ഇനി അടുത്ത സംഖ്യ ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ. ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇത് ചെയ്യാൻ അറിയണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് കോമൺ ആയിട്ട് ചിന്തിക്കാം. എന്താണ്? ഇവിടെ നിന്ന് കുറച്ച് നോക്കുക, ഇവിടെ വ്യത്യാസം നോക്കുക. 2.25 നിന്നും 1 പോയാൽ എത്രയാണ്? 1.25 അല്ലേ. 2.25 നിന്നും 1 പോയാൽ 1.25. ദെൻ 4ൽ നിന്നും 2.25 പോയാൽ എത്രയാണ്? 1.25. ദെൻ 6.25 നിന്നും 4 പോയാൽ എത്രയാണ്? 2.25. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് എത്രയായിരിക്കണം അവിടെ കൂട്ടേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ രീതിയിൽ ഈസി ആയിട്ട് ചിന്തിച്ചിട്ട് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ 1.25, 1.25, 2.25. അപ്പം ഇനി അടുത്ത എത്രയായിരിക്കും കൂട്ടേണ്ടത്? 2.25. ഈ സംഖ്യയോട് 2.25 കൂട്ടി എഴുതിയാൽ നമുക്ക് അടുത്ത ആൻസർ ആയി.
അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ എന്താണ്, അങ്ങനെ കൂട്ടാൻ മനസ്സിൽ തന്നെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 2 1/4 -1 നമ്മളിങ്ങനെ മിശ്രഭിന്നം എങ്ങനെ കൂട്ടാം, കുറയ്ക്കാം, ഗുണിക്കാം, ഹരിക്കാം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ, മിശ്രഭിന്നങ്ങളുടെ. അപ്പൊ ഇങ്ങനെ മിശ്രഭിന്നമായിട്ട് തരുന്നതിന്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത്, അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ആ രീതിയിൽ നമുക്ക് ഇത് ചെയ്ത് മൈനസ് ചെയ്തിട്ടാണെങ്കിലും ഇവിടെ എന്താണ് വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നോക്കാം, ഇവിടെ 1/4, 1നോട് 1/4 കൂട്ടിയപ്പോഴാണ് എന്ത് 2/4 ആയത്. 2/4നോട് 1/4 കൂട്ടിയപ്പോൾ 4 ആയി. 4നോട് 2/4 കൂട്ടിയപ്പോൾ 6/4 ആയി. അപ്പൊ 6/4നോട് 2/4 അല്ലെ, ഇവിടെ 1/4 കൂട്ടി 1/4, 2/4 കൂട്ടി അടുത്ത് 2/4. അപ്പൊ 6/4നോട് 2/4 കൂട്ടിയാൽ എത്രയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമുക്ക് മിശ്രഭിന്നമാക്കിയിട്ട് എഴുതി കൂട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്, 6ഉം 2ഉം 8ആണ്. 6/4ഉം 2/4. നമ്മൾ പൈസയുടെ കണക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, 6.5 രൂപയും 1.5 രൂപയും എന്ന് പറയുമ്പോൾ 6 1 7, 50 പൈസ 50 പൈസയും കൂടെ കൂട്ടിയ 1, അങ്ങനെയല്ലേ ചെയ്യുക. അതുപോലെ തന്നെയാണ് 6ഉം 2ഉം 8. ഇവിടെ ഒരു 3/4 ഉണ്ട്, ഇവിടെ ഒരു 1/4 ഉണ്ട്. 3/4 കാലും കൂടെ കൂട്ടി എത്രയാണ്, 1 അല്ലേ. അപ്പൊ 6ഉം 2ഉം 8ഉം ഇവിടെ 3/4 കാലും കൂടെ കൂട്ടിയപ്പോ 1. അപ്പൊ മൊത്തം എത്രയായി, 9. ഈസി ആയിട്ട് കിട്ടിയില്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഇങ്ങനെ മിശ്രഭിന്നമൊക്കെ കാണുമ്പോൾ പേടിച്ചിട്ട് ഇത് എങ്ങനെയാ ചെയ്യുക, ഇനി മിശ്രഭിന്നമായിട്ട് നിങ്ങൾക്ക് കുറയ്ക്കാനൊന്നും കിട്ടിയില്ല എന്ന് വെക്കുക. അപ്പൊ നമുക്ക് ഈസിയാണ്, ഇങ്ങനെ മനസ്സിൽ തന്നെ ചെയ്യാം അല്ലെ. നമ്മൾ പൈസയൊക്കെ എങ്ങനെയാണ് കണക്ക് കൂട്ടുക, അതുപോലെ നോക്കുക. ഓക്കെ, 1 രൂപയോട് 2.25 രൂപയാകാൻ എത്ര രൂപ കൂട്ടണം, 1.25 കൂട്ടണം അല്ലെ. 1 രൂപയോട് 1.25 കൂട്ടുമ്പോഴാണ് 2.25 ആവുന്നത്. അതുപോലെ 2.25ന്റെ ഒപ്പം 4 ആവണമെങ്കിൽ എത്ര കൂട്ടണം, 2.25ന്റെ കൂടെ 1.25 കൂട്ടണം അല്ലെ. അതുപോലെ 4 6.25 ആവണമെങ്കിൽ എത്ര കൂട്ടണം, 2.25. 4 + 2.25 ആണ് 6.25 അല്ലെ. അപ്പൊ 6.25ന്റെ കൂടെ എത്രയും കൂടെ കൂട്ടിയാൽ 2.25 കൂടെ കൂട്ടിയാൽ എത്രയാണ്, 6ഉം 2ഉം 8, 3/4 കാലും 1. അപ്പൊ 8ഉം 1ഉം എത്രയാണ്, 9 എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, മിശ്രഭിന്നമാണെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് ഇത് സ്കിപ്പ് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും അറ്റൻഡ് ചെയ്യുക, ഇത്രയും ഈസിയാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അല്ലെ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നമുക്ക് ആൻസർ കിട്ടും. ആൻസർ എത്രയാണ്, 9. അടുത്ത ചോദ്യം നോക്കാം. 2 9 28 65. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടവർക്ക് ഇപ്പൊ തന്നെ ഇതിൽ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്താണ്, ഈ സംഖ്യകൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ സ്ക്വയർ ആണോ ക്യൂബ് ആണോ എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇല്ലെങ്കിൽ സ്ക്വയറിനോട് അടുത്ത് കിടക്കുന്ന സംഖ്യയാണോ അല്ലെങ്കിൽ ക്യൂബിനോട് അടുത്ത് കിടക്കുന്ന സംഖ്യയാണോ എന്ന് നോക്കാം. ഓക്കെ, ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് സെയിം ആണോ എന്ന് നോക്കുക ആദ്യം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്ക്വയർ ആണോ വരുന്നതെന്ന് നോക്കുക. ഇല്ലെങ്കിൽ ക്യൂബ് ആണോ വരുന്നതെന്ന് നോക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, സ്ക്വയറിന്റെ അടുത്ത് കിടക്കുന്ന നമ്പർ ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ക്യൂബിന്റെ അടുത്ത് കിടക്കുന്ന നമ്പർ ആണോ എന്ന് നോക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ സ്ക്വയറിന്റെ അടുത്ത് കിടക്കുന്ന സ്ക്വയറിന്റെ നമ്പറിനോട് ഒന്ന് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്തു. ഓക്കെ, അതാണ് തൊട്ട് കിടക്കുന്ന നമ്പർ എന്ന് പറഞ്ഞത്. അപ്പൊ സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറച്ചാലോ അല്ലെങ്കിൽ ഒന്ന് കൂട്ടിയാലോ എന്താണ്, അതിനടുത്ത് കിടക്കുന്ന നമ്പറാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, സ്ക്വയറിന്റെ അടുത്തോ അല്ലെങ്കിൽ ക്യൂബിന്റെ അടുത്തോ കിടക്കുന്ന നമ്പർ ആണോ എന്നുള്ളത് നോക്കാം. ആണോ നോക്കാലോ. 2 എന്ന് പറയുന്നത് 1ന്റെ അടുത്താണ് അല്ലെ. അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല, എന്താണ്, 1 സ്ക്വയറും 1ആണ്, 1 ക്യൂബും 1ആണ്. അപ്പൊ 1ന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. 1 ക്യൂബ് എന്താണ്, 1 തന്നെയാണ്, 1 സ്ക്വയറും 1 തന്നെയാണ്. അപ്പൊ അതിന്റെ അടുത്ത് കിടക്കുന്നതെന്ന് പറയുമ്പോൾ ഏതാണെന്ന് അറിയില്ല. പ്ലസ് അതിന്റെ കൂടെ 1 കൂടെ കൂട്ടിയാലാണ് 2 കിട്ടുക, അത് നമുക്കറിയാം അല്ലെ. ഇനി 9 എടുക്കാം. 9 എന്ന് പറയുന്നത് എന്താണ്, 8നോട് അല്ലെ. 8 എന്ന് പറയുന്നത് എത്രയുടെയാണ്, 2ന്റെ ക്യൂബാണ് 8 അല്ലെ. 1 കഴിഞ്ഞു, 2ന്റെ ക്യൂബാണ് 8. അപ്പൊ 2ന്റെ ക്യൂബിനോട് 1 കൂടെ കൂട്ടിയാൽ 9 ആയില്ലേ. 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. അതിനോടൊപ്പം 1 കൂട്ടിയാൽ എത്രയായി, 9 ആയി. അപ്പൊ ഇവിടെ എന്താണ്, സ്ക്വയർ അല്ല എന്നുള്ളത് മനസ്സിലായില്ലേ. 1ന്റെ കേസ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എന്താണ്, ക്യൂബും സ്ക്വയറും എല്ലാം 1 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അത് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ സംഖ്യ എടുത്തു നോക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ക്യൂബാണ് അല്ലെ. ക്യൂബിനോട് 1 കൂട്ടി, 2 ക്യൂബിനോട് 2 ക്യൂബ് എന്ന് വെച്ചാൽ 8, അതിനോട് 1 കൂട്ടിയപ്പോൾ നമുക്ക് 9 കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്തത് 28. 3 ക്യൂബ് എത്രയാണ്, 27 ആണ്. പ്ലസ് 1 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 28 കിട്ടി. ഇനി അടുത്തത് നോക്കാം, 4 ക്യൂബ്. 4 ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 64 ആണ്. പ്ലസ് 1 കൂട്ടുമ്പോൾ നമുക്ക് 65 കിട്ടി. ഓക്കെ, അപ്പൊ ക്യൂബിനോട് 1 കൂട്ടി പോകുന്നതാണ് നമ്മുടെ ഈ ശ്രേണി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ 1 ക്യൂബിന് പ്ലസ് 1 ചെയ്തപ്പോൾ 2, 2 ക്യൂബ് 8, 8 + 1 9, 3 ക്യൂബ് 27, 27 + 1 28, 4 ക്യൂബ് 64, 64 + 1 65. അപ്പൊ ഇവിടെ എന്താണ് വരിക, 5 ക്യൂബ് + 1 അല്ലേ. 5 ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്, 125 ആണ്. +1 എന്ന് പറയുന്നത് എത്രയാണ്, 125
6 നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കുക, ശ്രദ്ധിക്കുക, എന്താണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്താണെന്ന് നോക്കാം. സ്ക്വയർ ആണോ ക്യൂബാണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ സ്ക്വയറിന് തൊട്ട് കിടക്കുന്നതാണോ അല്ലെങ്കിൽ ക്യൂബിനോട് അടുത്ത് കിടക്കുന്നതാണോ എന്നുള്ളത് നോക്കുക. കൂട്ടുന്നതാണോ കുറയ്ക്കുന്നതാണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് തിരിച്ചു മറിച്ചും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് അപ്പോൾ എന്തായാലും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ആൻസർ കിട്ടിയത്. 126. അടുത്ത ചോദ്യം നോക്കാം. 0, 6, 24, 60. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല അല്ലേ, കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുക? സ്ക്വയറിന് അടുത്ത് കിടക്കുന്നതാണോ എന്ന് നോക്കുക. സ്ക്വയറിന്റെ അടുത്ത് കിടക്കുമോ? 1ന്റെ സ്ക്വയർ 1ന്റെ അടുത്ത് കിടക്കുന്നതാണ് 0. ദെൻ 2ന്റെ സ്ക്വയർ 4 ആണ്. 4ന്റെ അടുത്ത് കിടക്കുന്നതാണ് 6. 3ന്റെ സ്ക്വയർ എത്രയാണ്? 3ന്റെ സ്ക്വയർ 9 ആണ്. 9ന്റെ അടുത്ത് കിടക്കുന്നതാണോ 24? അല്ല. അപ്പൊ ഇവിടെ തന്നെ എന്താണ്? സ്ക്വയറിന്റെ അടുത്ത് കിടക്കുന്നതല്ല എന്ന് മനസ്സിലായി. ഇനി അടുത്ത എന്താണ്? ക്യൂബ്. ക്യൂബിന്റെ അടുത്ത് കിടക്കുന്നതാണോ നോക്കാം. ക്യൂബ് എന്ന് പറയുമ്പോൾ 1 ക്യൂബ്, അത് നമുക്കറിയില്ല എന്താണ്. 1ന്റെ അടുത്ത് കിടക്കുന്നതാണ് 0. ദെൻ 2 ക്യൂബ്. 2 ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ് അല്ലെ. 2 ക്യൂബ് 8 ആണ്. 8നോട് എത്ര കുറച്ചാലാണ് 6 കിട്ടുക? 2 കുറച്ചാൽ 6 കിട്ടും അല്ലെ. 8ൽ നിന്നും എത്ര 6 ആവാനായിട്ട് 2 കുറയ്ക്കണം, അത് നമ്മൾ എഴുതി. ദെൻ 3 ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 27 ആണ്. 27ൽ നിന്നും എത്ര കുറച്ചാലാണ് 24 കിട്ടുക? 3 കുറച്ചാൽ 24 കിട്ടും അല്ലെ. ഇനി അടുത്തത് 4 ക്യൂബ്. 4 ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 64. 64ൽ നിന്നും 4 കുറച്ചാൽ എന്ത് കിട്ടും? 60 കിട്ടും. അപ്പൊ ഇവിടെ നോക്കുക, ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇവിടെ എന്താണ് വ്യത്യാസം? അപ്പൊ 1 ക്യൂബ് എന്ന് പറയുന്നത് 1. 1ൽ നിന്നും 1 കുറച്ചാൽ എന്തായി? 0 ആയി അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? കറക്റ്റ് ആയിട്ടല്ലേ വരുന്നത്. അതായത് 1 ക്യൂബ് മൈനസ് 1 0 അല്ലെ. 1ന്റെ ക്യൂബിൽ നിന്നും 1 കുറച്ചപ്പോൾ 0. 2ന്റെ ക്യൂബിൽ നിന്നും 2 കുറച്ചു 6. 3ന്റെ ക്യൂബിൽ നിന്നും 3 കുറച്ചു 24. 4 ക്യൂബിൽ നിന്നും 4 കുറച്ചു 60. അപ്പൊ ഇനി അടുത്തത് എത്രയായിരിക്കും? 5ന്റെ ക്യൂബിൽ നിന്നും 5 കുറയ്ക്കുക അല്ലെ. 5ന്റെ ക്യൂബിൽ നിന്നും 5 കുറയ്ക്കുക എന്ന് പറയുമ്പോൾ 125 മൈനസ് 5. അപ്പൊ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 120 അല്ലെ. 125ൽ നിന്ന് 5 പോയാൽ 120 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ സ്ക്വയറിന് അടുത്തുള്ളതാണോ എന്ന് നോക്കി, അല്ല. അപ്പൊ ക്യൂബിന് അടുത്തുള്ളതാണോ എന്ന് നോക്കി, ക്യൂബിന്റെ അടുത്ത് നോക്കിയപ്പോൾ ഏകദേശം വന്നു അല്ലെ. എങ്ങനെയുള്ളതാണ് വന്നത്? 1ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചു, ദെൻ 2ന്റെ ക്യൂബിൽ നിന്ന് 2 കുറച്ചു, 3ന്റെ ക്യൂബിൽ നിന്ന് 3 കുറച്ചു, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 5ന്റെ ക്യൂബിൽ നിന്നും 5 കുറച്ചു. നമ്മുടെ ആൻസർ എത്രയാ? 120. അടുത്തത് നോക്കുക. 5, 9, 4, 8, 3, 7. ഇവിടെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഏതെങ്കിലും കൂട്ടി 5, 4, 9. 9ൽ നിന്നും വീണ്ടും 4 ആവാനായിട്ട് എന്ത് ചെയ്യണം? 5 കുറയ്ക്കണം. ദെൻ 4ൽ നിന്നും 8 ആവാനായിട്ട് 4 കൂട്ടണം. 8ൽ നിന്നും 3 ആവാനായിട്ട് 5 ആണ് കുറയ്ക്കേണ്ടത്. അവിടെ ഒരു വ്യത്യാസമാണ് അല്ലേ. അത് എന്താണ്? വരുന്നില്ല, ഡിഫറൻസ് വരുന്നില്ല. ദെൻ എന്താണ്? സ്ക്വയർ ആണോ നോക്കാം. സ്ക്വയർ അല്ല എന്നുള്ളത് നമുക്ക് 5, 9, 8 എന്നൊക്കെ മിക്സ്ഡ് ആയിട്ടാണ് അല്ലെ. ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യയും. അപ്പൊ അതുമല്ല. ദെൻ ക്യൂബ് ആണോ? ക്യൂബ് എന്തായാലും വരില്ല അല്ലെ. ക്യൂബൊക്കെ വരുമ്പോൾ ഇത്തിരി വലിയ സംഖ്യകളൊക്കെ വരണം. അപ്പൊ ക്യൂബും വരുന്നില്ല. അപ്പൊ വേറെ എന്ത് റിലേഷനാണ് ഇവിടെ ഉള്ളത് നോക്കാം. ഇവിടെ എഴുതിയിരിക്കുന്ന സംഖ്യകൾ നോക്കൂ. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ 3, 4, 5 അല്ലെ. 7, 8, 9 അങ്ങനെ ഓർഡറിലല്ലേ കാണപ്പെടുന്നത്. അപ്പൊ നോക്കൂ, 5, 4, 3 അങ്ങോട്ട് കുറഞ്ഞു പോയി. ദെൻ 9, 8, 7 അങ്ങോട്ടും കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം നോക്കുക, 5 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 3 കഴിഞ്ഞു, ദെൻ 9 കഴിഞ്ഞു, 8 കഴിഞ്ഞു, 7 കഴിഞ്ഞു. ഇവിടെ 5 കഴിഞ്ഞിട്ട് അടുത്തത് 9 ആണ്. 9 കഴിഞ്ഞിട്ട് 4. ദെൻ ഇവിടെ 9ന്റെ കുറഞ്ഞ് 8. അത് കഴിഞ്ഞിട്ട് 4ന്റെ കുറവ് 3. ദെൻ 8ൽ നിന്ന് 1 കുറഞ്ഞ് 7. അപ്പം ഇനി ഇവിടെ അടുത്ത എന്താണ് വരേണ്ടത്? 3ൽ നിന്നും 1 കുറഞ്ഞിട്ട് അല്ലേ. ഒന്നുകൂടെ പറയാം. നമ്മൾ സ്ക്വയറും ക്യൂബും ഒന്ന് നോക്കി, അതൊന്നും അല്ലാന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ജസ്റ്റ് സംഖ്യകളെ നോക്കി. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ 5, 4, 3, 9, 8, 7 അങ്ങനെ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഏതാണ് കുറഞ്ഞു വരേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം 5 ആണ്. 5 കഴിഞ്ഞിട്ട് ഏതാണ്? 9. ദെൻ അടുത്തത് സംഖ്യ 5ൽ നിന്ന് 1 കുറഞ്ഞു 4. ഇനി അടുത്ത സംഖ്യ ഏതാണ്? 9ൽ നിന്ന് 1 കുറഞ്ഞു 8. ദെൻ അടുത്ത സംഖ്യ 4ൽ നിന്ന് 1 കുറഞ്ഞ് 3 ആയി. അപ്പോഴേക്കും 8ൽ നിന്ന് 7 കുറഞ്ഞ് എന്താണ്? അപ്പോൾ അടുത്തത് വരുന്നത് ഇനി 3ൽ നിന്ന് 1 കുറയണം അല്ലേ. അപ്പോൾ 3ൽ നിന്ന് 1 കുറഞ്ഞാൽ എത്രയാണ് വരിക? ആൻസർ 2. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ 1 കുറഞ്ഞ് ഇടവിട്ട് വരികയാണ് ചെയ്യുക. 9, 8, 7. ഇവിടെ 5, 4, 3. അപ്പോൾ ഇനി അടുത്ത ഏതായിരിക്കും സംഖ്യ? 7 കഴിഞ്ഞാൽ അടുത്തത് ഈ 3ൽ നിന്ന് 1 കുറയ്ക്കുന്ന സംഖ്യ ആയിരിക്കണം. അപ്പോൾ എന്താണ്? 2. ഇനി അടുത്ത സംഖ്യ ചോദിച്ചാൽ എന്തായിരിക്കും? 7ൽ നിന്ന് 1 കുറഞ്ഞിട്ട് ഇവിടെ എത്രയാകും? 7ൽ നിന്ന് 1 അടുത്തത്
6 അല്ലെ, 7ൽ നിന്ന് 1 കുറഞ്ഞിട്ട് 6 അടുത്ത സംഖ്യ ചോദിച്ചാൽ. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ റിലേഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം നമ്മുടെ ആൻസർ എത്രയാണ്? 2 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക.